Sri Lakshmi Outdoor Caterers, outdoor catering, reception, birthday parties, business events, wedding ceremony, all other vegetarian cuisine service. വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഹോം ഡെലിവറി സൗകര്യവും. ഹോട്ടൽ ശ്രീ ലക്ഷ്മി, പ്യോർ വെജിറ്റേറിയൻ, ഒറ്റപ്പാലം. ഫോൺ 9846 999 221 90747 11025. CPM നേരത്തെ ഉന്നയിച്ച UDF BJP ബന്ധം ശരിവെക്കുന്ന ഫലമാണ് പുറത്തുവന്നത് എന്ന് CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ്. ഈ തെരഞ്ഞെടുപ്പിൽ CPM UDF ഡീൽ നടന്നിട്ടുള്ളതായി BJP പ്രതിനിധിയുടെ അഭിപ്രായം തമാശയായി എടുക്കുന്നു എന്നും UDF സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് CPMന് അവരുമായി ഡീൽ ചെയ്യാൻ സാധിക്കുക എന്നും CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് ചോദിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ UDF ആയിട്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി കഴിയുക? കാരണം UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണ്? അങ്ങനെയുള്ള UDFിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ ബോധ്യമുള്ള ഒരാളെ മത്സരിക്കുന്ന സമയത്ത് അയാളായിട്ട് പാർട്ടി ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് ഒരു ഡീലുണ്ടാക്കാൻ വേണ്ടി കഴിയുക? ഇതൊക്കെ തന്നെ ഒരു തമാശ പറയുകയാണ്, അല്ലാതെ വേറെ രാഷ്ട്രീയത്തില് ഒരു ഗൗരവപ്പെട്ട കാര്യങ്ങളല്ല അതെന്ന് പറയുന്നത്. സംഭവിച്ചത് എന്താണ് എന്നുള്ളത് BJPയും UDFും കൃത്യമായി പരിശോധിച്ച് അവരുടെ പരാജയത്തെ വിലയിരുത്തണമെന്നും അല്ലാതെ ഇത്തരത്തിലുള്ള ആരോപണം ജനങ്ങൾ നിങ്ങളെ പുച്ഛിക്കുന്ന തരത്തിലായി പോവുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് BJPയും UDFും കൃത്യമായിട്ട് പരിശോധിക്കുക. അത് പരിശോധിച്ചിട്ട് നിങ്ങളുടെ പരാജയത്തെ സംബന്ധിച്ച് നിങ്ങൾ വിലയിരുത്തുക. അല്ലാതെ അതിനു പകരം ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിജയത്തെ ഈ രൂപത്തിൽ കാണുന്നത് അത് ജനങ്ങൾ നിങ്ങളെ പുച്ഛിച്ച് തള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതായിരിക്കും വരുന്ന സന്ദർഭത്തിൽ ഈ മണ്ഡലത്തിൽ ജനങ്ങൾ ഉണ്ടാവുന്നത് എന്നുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുകയാണ്. CPM നേരത്തെ ഉന്നയിച്ച UDF BJP ബന്ധം ശരിവെക്കുന്ന ഫലമാണ് പുറത്തു വന്നത് എന്നും UDFിന്റെ വോട്ടുകൾ BJPക്കാണ് പോയിരിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. ഇങ്ങനെ കോൺഗ്രസിന് കഴിഞ്ഞ 2021 മുതൽ ഏതാണ്ട് 55,000 മുകളിൽ വോട്ട് കിട്ടിയിരുന്നു. അങ്ങനെ കിട്ടിയ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള UDFിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലും കോൺഗ്രസിന് കിട്ടിയ വോട്ടിൻ്റെ വോട്ട് എത്രയോ അറിയോ? 48,635. ഈ ആകെ 28.5% വോട്ടാണ് UDFിന് ഈ മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ നോക്കിയാൽ UDFിൻ്റെ വോട്ട് എവിടേക്ക് പോയി? UDFിൻ്റെ വോട്ട് പോയത് BJPയിലേക്കല്ലേ? BJPയുടെ വോട്ടിൻ്റെ ഇതിൽ എത്രയാണ്? 42,476 വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? 25,056 വോട്ടാണ്. 25,056 വോട്ടുള്ള BJPക്ക് 42,000 മുകളിൽ 42,476 വോട്ട് എങ്ങനെ കിട്ടി? ഇത് പരിശോധിച്ചാൽ നേരത്തെ പാർട്ടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് വെച്ചാൽ അത് ശരിവെക്കുന്നൊരവസ്ഥയല്ലേ? അത് ഡീല് ആർക്ക് വേണ്ടിയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം അത് നിങ്ങൾ പരിഹരിക്കേണ്ട കാര്യങ്ങൾ. അതെന്തിനാണ് CPMൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന കാര്യങ്ങൾ?